യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യമില്ല. നോട്ട് ടു അറസ്റ്റിനെയും പരിഗണിച്ചില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത്. രണ്ടാം കേസിനെ എതിർത്താണ് പ്രതിഭാഗം വാദിച്ചത്. ആരാണ് പരാതിക്കാരി എന്ന് പോലും അറിയാത്ത കേസെന്നായിരുന്നു വാദം. മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ പുതിയ കേസെന്നും പ്രതിഭാഗം ആരോപിച്ചു. ഇന്നത്തെ 25 മിനിറ്റ് വാദത്തിൽ രാഹുലിനെതിരെ പുതിയ തെളിവായി ഒരു സ്ക്രീൻഷോട്ടും പ്രോസിക്യൂഷൻ ഹാജരാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഔട്ടായ രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഔട്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. ദീപ്ദാസ് മുൻഷി അതൃപ്തി അറിയിച്ചതോടെ അതിവേഗ നീക്കമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. അച്ചടക്ക നടപടി KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതോടെ പ്രഖ്യാപനം ഉണ്ടായി. ഇനി പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുവരവില്ലെന്ന് K മുരളീധരനും പ്രതികരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശക്തമായ നടപടിയിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായി. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. രാഹുലിനെ പുറത്താക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ പലതവണ ആവശ്യമായി ഉന്നയിച്ചിരുന്നു. K മുരളീധരൻ അടക്കമുള്ള പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ വിഷയം കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. അതേസമയം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമുള്ള കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി വിധി പറഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യമില്ല, നിർണായകമായ വിധിയാണ് ഇന്ന് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അടച്ചിട്ട കോടതിയിൽ നടന്ന വാദം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായി. തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കം പ്രതിഭാഗം ഹാജരാക്കിയപ്പോൾ അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളെയാണ് പ്രോസിക്യൂഷൻ കൂടുതൽ ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹർജിയിൽ വിധിയുണ്ടാകും വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന അപേക്ഷയും കോടതി തള്ളിയിരിക്കുകയാണ്. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIRഉം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. നിസ്സഹായയായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച രേഖകളാണ് ഇന്ന് കോടതിയിൽ നൽകിയത്. യുവതിയുടെ കേസിൽ ഉഭയസമ്മർദ്ദ പ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞുവെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം രണ്ടാമത്തെ കേസും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആരോ മെയിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയതാണ് പുതിയ കേസെന്നായിരുന്നു പ്രതിഭാഗം പറഞ്ഞത്. യുവതിയുമായി ഉഭയസമ്മർദ്ദ പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് ഉണ്ടായതെന്നും യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. ഫോൺ വിളികളും ചാറ്റുകളും റെക്കോർഡ് ചെയ്തും സ്ക്രീൻഷോട്ട് എടുത്തും സൂക്ഷിച്ചത് നിഗൂഢ ഉദ്ദേശത്തോടെയാണെന്നും പരാതി നൽകാൻ യുവതിക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും CPM BJP ഗൂഢാലോചനയുമാണ് പരാതിക്ക് പിന്നിലെന്നും പ്രതിഭാഗം വാദിച്ചു. എന്തുതന്നെയായാലും നിർണായകമായ വിധിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവതിക്ക് നീതി ലഭിച്ചിരിക്കുന്നു. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. നോട്ട് ടു അറസ്റ്റ് എന്ന അപേക്ഷ പരിഗണിച്ചതുമില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.